നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ നക്ഷത്രക്കാരുടെയും 2025 മെയ് 12 മുതൽ 18 വരെയുള്ള ആഴ്ച ഫലമാണ്. ജ്യോതിഷത്തിൽ നക്ഷത്രങ്ങൾക്ക് സുപ്രധാന പങ്കുണ്ട്. ഓരോ നക്ഷത്രത്തിനും അതിൻ്റേതായ ഊർജ്ജവും സവിശേഷതകളുമുണ്ട്. അത് വ്യക്തികളുടെ ജീവിതത്തെ വിവിധ തരത്തിൽ സ്വാധീനിക്കുകയും ചെയ്യുന്നു. 2025 മെയ് 12 മുതൽ 18 വരെയുള്ള ഈ ആഴ്ചയിലെ നക്ഷത്രഫലം വിശകലനം ചെയ്യുന്നതിലൂടെ ഓരോ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്കും വരാനിരിക്കുന്ന ദിവസങ്ങളെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ ലഭിക്കും. ഈ റിപ്പോർട്ട് ഓരോ നക്ഷത്രത്തെയും തൊഴിൽ, സാമ്പത്തികം, ആരോഗ്യം, കുടുംബം, വിദ്യാഭ്യാസം എന്നീ പ്രധാനപ്പെട്ട മേഖലകളെക്കുറിച്ചുള്ള സൂചനകളാണ് നൽകുന്നത്. ഈ ആഴ്ചയിലെ ജ്യോതിഷ വിശകലനത്തിൽ ഗ്രഹങ്ങളുടെ രാശിമാറ്റം, പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ മാറ്റം ഒരു നിർണായക ഘടകമാകും. വ്യാഴം ഒരു പ്രധാന ഗ്രഹമാണ്. അതിൻ്റെ രാശിമാറ്റം ദീർഘകാല അടിസ്ഥാനത്തിൽ വ്യക്തികളുടെ ജീവിതത്തിൽ കാര്യമായ സ്വാധീനവും ചെലുത്തും. ഈ ആഴ്ചയിലെ പ്രവചനങ്ങൾ തയ്യാറാക്കുമ്പോൾ വ്യാഴത്തിൻ്റെ പുതിയ രാശിയിലെ സ്ഥാനം ഓരോ നക്ഷത്രത്തെയും എങ്ങനെ ഗുണകരമായും ദോഷകരമായും ബാധിക്കുന്നു എന്ന് വിശദീകരിക്കേണ്ടത് അത്യാവശ്യവുമാണ്. കൂടാതെ രാഹു, കേതു രാശിമാറ്റം പെട്ടെന്നുള്ള മാറ്റങ്ങൾക്ക്, അനിശ്ചിതത്വങ്ങൾക്കും സാധ്യത നൽകുന്നുമുണ്ട്. ഈ ഗ്രഹങ്ങളുടെ മാറ്റം ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുമെന്ന് ശ്രദ്ധാപൂർവം വിലയിരുത്താം. ഗ്രഹസ്ഥിതി: സൂര്യൻ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നു. ചന്ദ്രൻ ഓരോ ദിവസവും വ്യത്യസ്ത രാശികളിലൂടെ സഞ്ചരിക്കുന്നു. മെയ് 12 കന്നി രാശിയിലും തുടർന്ന് തുലാം, വൃശ്ചികം, ധനു രാശികളിലൂടെ സഞ്ചരിക്കും. ബുധൻ മേടൻ രാശിയിൽ സഞ്ചരിക്കുന്നു. ശുക്രൻ മീനൻ രാശിയിൽ സഞ്ചരിക്കുന്നു. ചൊവ്വ കർക്കടകൻ രാശിയിൽ സഞ്ചരിക്കുന്നു. വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് മാറുന്നു മെയ് 14 ശേഷം. ശനി മീനൻ രാശിയിൽ സഞ്ചരിക്കുന്നു. രാഹു മീനൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്ക് മാറുന്നു മെയ് 18. കേതു കന്നി രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് മാറുന്നു മെയ് 18. എല്ലാ നക്ഷത്രക്കാരുടെയും വാരഫലം നമുക്ക് നോക്കാം. അശ്വതി: ഈ ആഴ്ച അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ഫലങ്ങൾ നൽകുന്നുണ്ട്. സുഹൃത്തുക്കളുമായി ഒത്തുചേരാനും സന്തോഷം പങ്കിടാനും അവസരങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. യാത്രകൾ സന്തോഷവും നൽകും. വിവാഹം ആലോചിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ്. പ്രണയബന്ധങ്ങൾ ശക്തിപ്പെടുകയും ചെയ്യും. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. എന്നാൽ ചൊവ്വാഴ്ച മുതൽ കാര്യങ്ങൾ അത്ര അനുകൂലമായിരിക്കാനും സാധ്യതയില്ല. ഈ ദിവസങ്ങൾ കാര്യതടസ്സങ്ങൾ, അപകടഭീതി, നഷ്ടം, മനപ്രയാസം, ഇച്ഛാഭംഗം എന്നിവ ഉണ്ടാകാൻ സാധ്യതയും കാണുന്നുണ്ട്. സാമ്പത്തിക ഇടപെടലുകളിലും വാഹനയാത്രകളിലും കൂടുതൽ ശ്രദ്ധയും കരുതലും ആവശ്യമാണ്. വ്യാഴാഴ്ചയ്ക്ക് ശേഷം ഭാഗികമായി കാര്യങ്ങൾ മെച്ചപ്പെടും. ഭരണി നക്ഷത്രം: ഭരണി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച കരിയറിലും ബിസിനസ്സിലും വളരെ സുപ്രധാന സമയമാണ്. തൊഴിൽപരവും ബിസിനസ്സുമായി ബന്ധപ്പെട്ട പുരോഗതി പ്രതീക്ഷിക്കാം. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനോ ഇത് അനുകൂല സമയവുമാണ്. എന്നാൽ ആഴ്ചയിൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രതയും പാലിക്കേണ്ടതുണ്ട്. ആഡംബര വസ്തുക്കൾക്ക് പണം ചെലവഴിക്കാൻ സാധ്യതയും കാണുന്നുണ്ട്. പ്രണയബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ദാമ്പത്യവും സന്തോഷകരമായിരിക്കും. തൊഴിൽപരവും ബിസിനസ്സുമായ കാര്യങ്ങൾ പുരോഗതി ഉണ്ടാകാൻ തന്നെ ഇടയുണ്ട്. അമിത ആത്മവിശ്വാസം ഒഴിവാക്കാനും ആരോഗ്യത്തിന് പ്രാധാന്യം നൽകാനും ഭരണി നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ആരോഗ്യപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും കരുതലും ആവശ്യമാണ്. തിങ്കളാഴ്ച കാര്യങ്ങൾ അനുകൂലമായി വരും. ഈ ദിവസങ്ങളിൽ കാര്യവിജയം, അംഗീകാരം, സുഹൃത്തുക്കളുമായി ഒത്തുചേരൽ എന്നിവ പ്രതീക്ഷിക്കാം. ചൊവ്വാഴ്ച മുതൽ പ്രതികൂലമായ ഫലങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. കാര്യപരാജയം, അഭിമാനക്ഷതം, അപകടഭീതി, ബിസിനസ്സിൽ നഷ്ടം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. തിങ്കളാഴ്ച വരെ നല്ല സമയമാണ്. ആരോഗ്യപരമായ കാര്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുകയും വരും ദിവസങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പൊതുവെ അനുകൂലമായിരിക്കും. തിങ്കളാഴ്ച വരെ കാര്യവിജയം, ശത്രുക്കളിൽ നിന്നുള്ള മോചനം, ഉത്സാഹം, പ്രവർത്തനങ്ങളിൽ വിജയം, അംഗീകാരം, നേട്ടം എന്നിവ പ്രതീക്ഷിക്കാം. ഉല്ലാസയാത്രകൾക്ക് സാധ്യതയുണ്ടെന്നാൽ ചൊവ്വാഴ്ച മുതൽ പ്രതികൂലമായ ഫലങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. കാര്യപരാജയം, അപമാനക്ഷതം, അപകടഭീതി, ശരീരക്ഷതം എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട്. മകയിര നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ആദ്യ പകുതി അത്ര അനുകൂലമായിരിക്കില്ല. കാര്യതടസ്സങ്ങൾ, അലസത, തർക്കങ്ങൾ, മാനസിക വിഷമം, നഷ്ടം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. എന്നാൽ ചൊവ്വാഴ്ച കാര്യങ്ങൾ മെച്ചപ്പെടാൻ ഇടയുണ്ട്. കാര്യവിജയം, മത്സരങ്ങളിൽ വിജയിക്കുകയും സുഹൃത്തുക്കളുമായി ഒത്തുചേരാനുള്ള അവസരങ്ങൾ ലഭിക്കും. തിരുവാതിര നക്ഷത്രക്കാർക്ക് ആഴ്ചയുടെ തുടക്കം നല്ലതായിരിക്കില്ല. കാര്യതടസ്സം, അസ്വസ്ഥത, തർക്കങ്ങൾ, മാനസിക വിഷമം, സ്വത്ത് നഷ്ടം, യാത്രകളിൽ തടസ്സം എന്നിവയ്ക്ക് സാധ്യതയാണ് കാണുന്നത്. എന്നാൽ ചൊവ്വാഴ്ച മുതൽ കാര്യങ്ങൾ മെച്ചപ്പെടാൻ ഇടയുണ്ട്. കാര്യവിജയം, നിയമപരമായ കാര്യങ്ങളിൽ വിജയവും ബിസിനസ്സിൽ ലാഭവും സുഹൃത്തുക്കളുമായുള്ള ഒത്തുചേരലിനും സാധ്യത കാണുന്നുണ്ട്. പുണർദം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയുടെ ആദ്യ പകുതിയിൽ കാര്യതടസ്സങ്ങൾ, അസ്വസ്ഥത, നഷ്ടങ്ങൾ, മാനസിക വിഷമം, യാത്രകൾ തടസ്സങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയാണ് കാണുന്നത്. വ്യാഴാഴ്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ മെച്ചപ്പെടാൻ ഇടയുണ്ട്. കാര്യവിജയം, ബിസിനസ്സിൽ നേട്ടം, സുഹൃത്തുക്കളുമായി ഒത്തുചേരൽ, നല്ല ആരോഗ്യം എന്നിവ പ്രതീക്ഷിക്കാം. പൂയം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയുടെ പകുതിയിൽ കാര്യതടസ്സങ്ങൾ, അസ്വസ്ഥത, നഷ്ടങ്ങൾ, മാനസിക വിഷമം എന്നിവ ഉണ്ടാകാനുള്ള ഇടയാണ് കാണുന്നത്. എന്നാൽ വ്യാഴാഴ്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ മെച്ചപ്പെടും. കാര്യവിജയം, ബിസിനസ് നേട്ടം എന്നിവ കാണുന്നുണ്ട്. ആരോഗ്യം ശ്രദ്ധിക്കണം.
ആയില്യം നാളുകാർക്ക് ആഴ്ചയുടെ ആദ്യ പകുതിയിൽ കാര്യതടസ്സങ്ങൾക്കാണ് സാധ്യത കാണുന്നത്. യാത്രകളിൽ തടസ്സങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. എന്നാൽ വ്യാഴാഴ്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ മെച്ചപ്പെടാനും സാധ്യത കാണുന്നു. കാര്യവിജയവും ബിസിനസ് നേട്ടവും സുഹൃത്തുക്കളുമായുള്ള ഇടപെടലും നല്ല ആരോഗ്യവും എന്നിവ പ്രതീക്ഷിക്കാം. മകര നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയുടെ പകുതി അനുകൂലമായിരിക്കും. സ്ഥാനലബ്ധി, നല്ല ആരോഗ്യം എന്നിവ പ്രതീക്ഷിക്കാം. ആഗ്രഹങ്ങൾ സഫലമാവുകയും ചെയ്യും. പ്രിയപ്പെട്ടവരുമായി സന്തോഷം പങ്കിടാൻ അവസരം ലഭിക്കും. ചൊവ്വാഴ്ച മുതൽ പ്രതികൂല ഫലങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. അസ്വസ്ഥത, മാനസിക വിഷമം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. പൂരം നാളുകാർക്ക് ഈ ആഴ്ചയുടെ തുടക്കം അത്ര അനുകൂലമല്ല. കാര്യതടസ്സങ്ങൾ, അസ്വസ്ഥത എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട്. എന്നാൽ വ്യാഴാഴ്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ മെച്ചപ്പെടും. കാര്യവിജയം, സ്ഥാനലബ്ധി, അംഗീകാരം, ഇഷ്ടഭോജനം എന്നിവ പ്രതീക്ഷിക്കാം. ഉത്രം നാളുകാർക്ക് ഈ ആഴ്ചയുടെ തുടക്കം അത്ര അനുകൂലമായിരിക്കില്ല. കാര്യപരാജയം, അപകീർത്തി, വിഷമം എന്നിവ പ്രതീക്ഷിക്കേണ്ടതാണ്. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം എന്നിവയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. ചൊവ്വാഴ്ച മുതൽ കാര്യങ്ങൾ മെച്ചപ്പെടും. കാര്യവിജയം, സ്ഥാനലബ്ധി, അംഗീകാരം, നിയമപരമായ കാര്യങ്ങളിൽ വിജയം എന്നിവ പ്രതീക്ഷിക്കാം. അത്തം നാളുകാർക്ക് ആഴ്ചയുടെ തുടക്കം അനുകൂലമല്ല. അതിനുശേഷം ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടാകാനിടയുണ്ട്. എന്നാൽ ചൊവ്വാഴ്ച മുതൽ കാര്യങ്ങൾ മെച്ചപ്പെടും. കാര്യവിജയവും അംഗീകാരവും നിയമപരമായ കാര്യങ്ങളിൽ വിജയവും പ്രതീക്ഷിക്കാം. ചിത്തിര നാളുകാർക്ക് ആഴ്ചയുടെ തുടക്കം അനുകൂലമായിരിക്കില്ല. കാര്യവിജയം, ഇഷ്ടഭോജനം, സമ്മാനങ്ങൾ ലഭിക്കാൻ എന്നിവ യോഗം കാണുന്നുമുണ്ട്. ആഡംബര വസ്തുക്കൾ സ്വന്തമാക്കാനും യാത്രകൾ പോകാനും സാധ്യത കാണുന്നു. ചൊവ്വാഴ്ച മുതൽ പ്രതികൂലമായ ഫലങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. ചോതി നക്ഷത്രക്കാർക്ക് ആഴ്ചയുടെ തുടക്കം അത്ര അനുകൂലമല്ല. കാര്യപരാജയം, തർക്കങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ വ്യാഴാഴ്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ മെച്ചപ്പെടും. കാര്യവിജയം, സ്ഥാനലബ്ധി, അംഗീകാരം എന്നിവ കാണുന്നുണ്ട്. വിശാഖ നാളുകാർക്ക് ആഴ്ചയുടെ തുടക്കം അനുകൂലമല്ല. കാര്യതടസ്സങ്ങൾ, അലച്ചിൽ, ചിലവുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട്. എന്നാൽ ചൊവ്വാഴ്ച മുതൽ മെച്ചപ്പെടും കാര്യങ്ങൾ. കാര്യവിജയവും നിയമപരമായ കാര്യങ്ങളിൽ വിജയം, ആരോഗ്യത്തിൽ പ്രതീക്ഷ എന്നിവയുണ്ട്. അനിഴം നാളുകാർക്ക് ആഴ്ചയുടെ തുടക്കം അനുകൂലമായിരിക്കില്ല. കാര്യതടസ്സങ്ങൾ, ചെലവുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മാനസിക വിഷമത്തിനും സാധ്യത കാണുന്നു. ചൊവ്വാഴ്ച മുതൽ കാര്യങ്ങൾ മെച്ചപ്പെടും. നിയമപരമായ കാര്യങ്ങളിൽ വിജയമുണ്ടാകും. കാര്യവിജയം, നല്ല ആരോഗ്യം എന്നിവ പ്രതീക്ഷിക്കാം. തൃക്കേട്ട നാളുകാർക്ക് ആഴ്ചയുടെ തുടക്കം അനുകൂലമല്ല. കാര്യതടസ്സങ്ങൾ, അലച്ചിൽ, ചെലവുകൾ എന്നിവയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ചൊവ്വാഴ്ച മുതൽ കാര്യങ്ങൾ മെച്ചപ്പെടും. മൂലം നാളുകാർക്ക് ഈ ആഴ്ചയുടെ ആദ്യ പകുതി അനുകൂലമാണ്. കാര്യവിജയവും സാമ്പത്തിക നേട്ടവും, ബന്ധുക്കളുടെ ഒത്തുചേരലും, പരീക്ഷകളിൽ വിജയവും സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാം. ചൊവ്വാഴ്ച മുതൽ പ്രതികൂല ഫലങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. അസ്വസ്ഥത, ചെലവുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകും. പൂരാടൻ നക്ഷത്രക്കാർക്ക് ആഴ്ചയുടെ ആദ്യ പകുതി അനുകൂലമാണ്. കാര്യവിജയം, സാമ്പത്തിക നേട്ടം, ബന്ധുക്കളുമായി ഒത്തുചേരൽ എന്നിവ പ്രതീക്ഷിക്കാം. ചൊവ്വാഴ്ച മുതൽ പ്രതികൂല ഫലങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. കാര്യതടസ്സങ്ങൾ, അസ്വസ്ഥത, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്ക് സാധ്യതയുമുണ്ട്. ഉത്രാടൻ നക്ഷത്രക്കാർക്ക് ആഴ്ചയുടെ ആദ്യ പകുതി അനുകൂലമാണ്. കാര്യവിജയവും സാമ്പത്തിക നേട്ടവും ഒക്കെ ഉണ്ടാകും. പരീക്ഷകളിൽ വിജയവും പ്രതീക്ഷിക്കാം. ചൊവ്വാഴ്ച മുതൽ പ്രതികൂല ഫലങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. അസ്വസ്ഥത, ചെലവുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും സാധ്യത കാണുന്നു. തിരുവോണം നാളുകാർക്ക് ആഴ്ചയുടെ ആദ്യ പകുതി അനുകൂലമാണ്. കാര്യവിജയവും സാമ്പത്തിക നേട്ടം, ബന്ധുക്കളുമായുള്ള ഒത്തുചേരൽ, സ്ഥാനക്കയറ്റം എന്നിവ പ്രതീക്ഷിക്കാം. എന്നാൽ ചൊവ്വാഴ്ച മുതൽ പ്രതികൂല ഫലങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. ആരോഗ്യം ശ്രദ്ധിക്കുക. അവിട്ടം നാളുകാർക്ക് ആഴ്ചയുടെ ആദ്യ പകുതി പ്രതികൂലമായിട്ടാണ് കാണുന്നത്. കാര്യപരാജയവും മാനസിക വിഷമവും, വയറുവേദന, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമുണ്ട്. എന്നാൽ ചൊവ്വാഴ്ച കാര്യങ്ങൾ മെച്ചപ്പെടും. കാര്യവിജയം, സ്ഥാനക്കയറ്റം, നിയമപരമായ കാര്യങ്ങളിൽ വിജയവും പ്രതീക്ഷിക്കാം. ചതയം നാളുകാർക്ക് ആഴ്ചയുടെ ആദ്യ പകുതി പ്രതികൂലമാണ്. കാര്യപരാജയവും മാനസിക വിഷമവും ഒക്കെ ഉണ്ടാകാനിടയുണ്ട്. ചൊവ്വാഴ്ച മുതൽ കാര്യങ്ങൾ മെച്ചപ്പെടും. കാര്യവിജയവും സ്ഥാനക്കയറ്റവും, നിയമപരമായ കാര്യങ്ങളിൽ വിജയവും പ്രതീക്ഷിക്കാം. പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ആഴ്ചയുടെ ആദ്യ പകുതി പ്രതികൂലമായിട്ടാണ് കാണുന്നത്. മാനസിക വിഷമം, വയറുവേദന, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും കാരണമുണ്ട്. ചൊവ്വാഴ്ച മുതൽ കാര്യങ്ങൾ മെച്ചപ്പെടും. കാര്യവിജയവും സ്ഥാനക്കയറ്റവും, ഇഷ്ടഭക്ഷണ സമൃദ്ധിയൊക്കെ ഉണ്ട്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ആദ്യ പകുതി പ്രതികൂലമായിട്ടാണ് കാണുന്നത്. അപകടഭീതി, നിരാശ, മാനസിക വിഷമം എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട്. എന്നാൽ ചൊവ്വാഴ്ച മുതൽ ഭാഗികമായി മെച്ചപ്പെടാനാണ് ഇടയുള്ളത്. വ്യാഴാഴ്ചയ്ക്ക് ശേഷം കാര്യവിജയം, തൊഴിൽപരമായ നേട്ടങ്ങൾക്കും പ്രതീക്ഷയുണ്ട്. രേവതി നാളുകാർക്ക് ഈ ആഴ്ചയുടെ ആദ്യ പകുതി പ്രതികൂലമായിട്ടാണ് കാണുന്നത്. കാര്യപരാജയവും, അപകടഭീതി, നിരാശ, മാനസിക വിഷമം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ചൊവ്വാഴ്ച മുതൽ കാര്യങ്ങൾ ഭാഗികമായി മെച്ചപ്പെടും. വ്യാഴാഴ്ചയ്ക്ക് ശേഷം വിജയവും തൊഴിൽപരമായ നേട്ടങ്ങളും സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാം. ഈ ആഴ്ചയിലെ പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ വ്യാഴത്തിൻ്റെ രാശിമാറ്റവും രാഹു കേതുവിൻ്റെ രാശിമാറ്റവുമാണ്. ഈ മാറ്റങ്ങൾ ഓരോ നക്ഷത്രത്തെയും വ്യത്യസ്ത രീതിയിൽ സ്വാധീനിക്കും. ഈ വീഡിയോയിൽ പൊതുവായ റിപ്പോർട്ടുകളാണ് നൽകിയിട്ടുള്ളത്. വ്യക്തിപരമായ ജാതകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നതാണ്.